മൈസൂരിലെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലുകളിൽ വിളമ്പുന്നത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം ദുരിതത്തിലായി മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾ. കോഴിക്കറിയിൽ തൂവലും ചോരയും ചപ്പാത്തിയിൽ പ്ലാസ്റ്റിക്കും ലഭിക്കാറുണ്ട് വിദ്യാർത്ഥികളുടെ പരാതി. ചോറിൽ പാറ്റയെ കണ്ടെത്തിയെന്നും പരാതി പറയുന്നുണ്ട്. മെസ് ഫീയായി പ്രതിപക്ഷം 80,000 രൂപ വാങ്ങിയിട്ടും വൃത്തിഹീനമായ ഭക്ഷണം നൽകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിദ്യാർത്ഥികൾ പകർത്തിയ ഭക്ഷണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മുട്ട ഇവിടെ നോക്ക്, ഇതാണ് ഇവിടുത്തെ കക്കൂസിന്റെ അവസ്ഥ. എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇവിടെ ഉള്ളതാ. ഇത് കണ്ടിട്ട് ഇങ്ങനെ എന്തിനാ തോന്നുന്നത്? ഇതൊന്ന് പറഞ്ഞു തരണം. അടുത്ത വ്യാഴാഴ്ച തരാള ഉണ്ട്. അത് ഇത്രയധികം വലിയ ഫീസ് നൽകിയിട്ടും കുട്ടികൾക്ക് കടുത്ത ദുസ്സഹമായ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. സജു ചാമക്കാലിൽ ബംഗളൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. സജു, എന്തൊക്കെയാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? SKN ഗുഡ് മോർണിംഗ്. അതായത് മൈസൂരുവിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ, പ്രത്യേകിച്ച് മലയാളികൾ നടത്തുന്ന ഹോസ്റ്റലിലാണ് ഇത്തരമൊരു അനുഭവം അവർക്കുണ്ടായിരിക്കുന്നത്. അവർ വളരെ കാലമായി ഹോസ്റ്റൽ അധികൃതരോട് ഇക്കാര്യം, അതായത് ഈ വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചെങ്കിൽ പോലും യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെയാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങുന്ന ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോസ്റ്റലിനെതിരെ വലിയ സമരവുമായി മുൻപോട്ട് നീങ്ങാൻ വേണ്ടി ഒരുങ്ങുന്നത്. എന്തായാലും ഇതിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് വിദ്യാർത്ഥികൾ നമുക്ക് നൽകിയിരിക്കുന്നത്. അതായത് അവരുടെ മെസ്സിൻ്റെ സാഹചര്യം വളരെയധികം മോശം സാഹചര്യമാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസാണ് ഇവർക്ക് ഭക്ഷണം എത്തിക്കുന്നത്. വിവിധ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് വിവിധ മെസ്സുകളിലേക്ക് കോമൺ മെസ്സിൽ നിന്നാണ് ഭക്ഷണം എത്തിക്കുന്നത്. ഈ ഭക്ഷണത്തിൽ കോഴിക്കറിയിൽ രക്തം കണ്ടെത്തി, അതോടൊപ്പം തന്നെ തൂവൽ കണ്ടെത്തി, അതോടൊപ്പം തന്നെ ചപ്പാത്തിയിൽ പ്ലാസ്റ്റിക് കണ്ടെത്തി, അതോടൊപ്പം തന്നെ ഇവർ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഗുണനിലവാരമില്ലാത്ത സാധനങ്ങളാണെന്നുള്ള ദൃശ്യങ്ങളടക്കമാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പ്രതിവർഷം ഇവരുടെ മക്കളിൽ നിന്നും 80,000 രൂപയാണ് കോളേജിൽ അടയ്ക്കുന്നത്. ഈ ഫീസാണ് ഇവർക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ നടത്തുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് മലയാളി വിദ്യാർത്ഥി ഉണ്ടാവും എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ഇത്രയും നാൾ കൊണ്ട് അവർ ഈ വിഷയങ്ങൾക്കും ആരുമായിട്ടും ബോധിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പരാതിയുമായിട്ട് അവർ മുൻപോട്ട് പോയിട്ടില്ല. പക്ഷേ സഹിക്കാൻ പറ്റാവുന്നതിന് അപ്പുറമായത് ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങിയത്. പ്രത്യേകിച്ച് മലയാളികൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഈ ഗ്ലോബൽ എന്ന് പറയുന്ന ഈ ഒരു മെസ്സ്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നേരത്തെയും പരാതികൾ വന്നിരുന്നു. പക്ഷേ പരാതികൾ വന്നിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസാണ് ഭക്ഷണം എത്തിക്കുന്നത്. 5 കോളേജുകൾക്കാണ് ഇവർ ഭക്ഷണം എത്തിക്കുന്നത്. 5 കോളേജുകളിലെ അവസ്ഥ ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ താമസിക്കുന്ന മെസ്സുകളിലെ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം. അവർക്ക് നൽകുന്ന ഭക്ഷണം യാതൊരു തരത്തിലുള്ള ഗുണനിലവാരവുമില്ല. അവർ ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. ഈ സ്ഥിതി ഏകദേശം 6-7 മാസമായിട്ട് തുടരുകയാണ്. അവർക്ക് യാതൊരു നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പെൺകുട്ടികൾ നൽകിയിട്ട് പോലും കോളേജിന്റെ ഭാഗത്തുനിന്ന് പോലും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ അവർ മാധ്യമങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അവരൊരു പ്രതികരണം തരാനോ തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ച് അവർ ഇപ്പോൾ 2ാം വർഷവും 3ാം വർഷവും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പരാതി നൽകുകയാണെങ്കിൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് അവർക്കൊരു തുടർ നടപടി ഉണ്ടാകും എന്നുള്ള ഭയം അവരെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ ദൃശ്യങ്ങളടക്കം അവർ നമുക്ക് നൽകിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സഹിക്കുന്നതിനും അപ്പുറമാണെന്നാണ് വിദ്യാർത്ഥികൾ നമ്മളോട് പറയുന്നത്. അവർ ഈ ഭക്ഷണം കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ ഭക്ഷണമാണ് കഴിക്കുന്നത്. അവർ ഈ എല്ലാ വർഷവും 80,000 രൂപ വെച്ച് അവിടെ അടയ്ക്കുന്നു. പക്ഷേ അതിനുള്ള ഭക്ഷണം പോലും അവർ കിട്ടുന്നില്ല. വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്നത്. പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള വെള്ളം എടുത്താണ്, സർവീസ് വെള്ളം എടുത്താണ് ഈ ഭക്ഷണം പാകം ചെയ്യുന്ന അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ അവർ നമുക്ക് നൽകിയിട്ടുണ്ട്. വളരെ മോശമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സാഹചര്യം കുറെ നാളുകളായിട്ട് ഇവിടെ തുടരുകയാണ്. പക്ഷേ പരാതി നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നാണ് വിദ്യാർത്ഥികൾ നമ്മോട് പങ്കുവെക്കുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.